ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. മഹീന്ദ്ര ഇന്നലെയാണ് താർ 5 ഡോർ ആദ്യമായിട്ട് അൺവെയിൽ ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞ് ഇന്ന് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വാഹനത്തിന് അൺവെയിലിങ്ങും അതുപോലെ ഫീച്ചേഴ്സും എഞ്ചിൻ്റെ പവർ ഓപ്ഷൻസ് അതുപോലെ നമ്മുടെ പ്രൈസ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ്. ഞാൻ ഇതിൻ്റെ ഡിസൈനിലേക്ക് ഇനി അധികം കടക്കുന്നില്ല, കാരണം നമുക്ക് ഓൾറെഡി ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് എന്നറിയാം. പക്ഷേ ഡിസൈൻ അറിയാമെങ്കിലും അറിയാത്ത സംഭവമാണ് ഇതിൻ്റെ ഡയമെൻഷൻസ്. 3 ഡോർ താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വാഹനമാണിത്. കാരണം ഇതിൻ്റെ ലെങ്ത് വരുന്നത് 4428 മില്ലിമീറ്റേഴ്സ് ആണ്, അതായത് 4.4 മീറ്റേഴ്സിന് കൂടുതലുണ്ട്. വിഡ്ത്ത് ആണെങ്കിലും 1870 മില്ലിമീറ്റേഴ്സ് വരുന്നുണ്ട്. 1.9 മീറ്റേഴ്സിന് ഒരു ഇത്തിരി കൂടെ താഴെ നിൽക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ളൊരു വാഹനമായിട്ട് നമുക്ക് പറയാം. ഹൈറ്റും 1.9 മീറ്റേഴ്സിന് മുകളിലാണ് നിൽക്കുന്നത്. 2.8 മീറ്റേഴ്സിന് മുകളിലാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്, അതായത് 2850 മില്ലിമീറ്റേഴ്സ് വീൽ ബേസ് ഉണ്ട്. 3 ഡോർ താർ വെച്ച് നോക്കുമ്പം അതൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. സോ മൊത്തത്തിലുള്ള ഡയമെൻഷൻസിൽ 3 ഡോർ താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ വണ്ടിയാണ്. ഈവൻ നമ്മൾ ജിംനി 5 ഡോർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻസിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ജിംനി ആയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം. നമുക്ക് എന്തായാലും ഇപ്പോൾ എക്സ്റ്റീരിയർ വൈസിന് ഇത്രേ പറയുന്നുള്ളൂ. ഇനി അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാം. LED ഹെഡ് ലാംപ്സ്, LED ടെയിൽ ലാംപ്സ്, LED ഫോഗ് ലാംപ്സ്, അതുപോലെ 19 ഇഞ്ച് അലോയ്സ് ഇതൊക്കെ ഉണ്ട്. ഇനി അകത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു മറ്റേ പഴയ വീഡിയോയിൽ. അത് ജസ്റ്റ് ഒന്നുകൂടെ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻ സിസ്റ്റം ഇൻസ്റ്റാളർ കിട്ടുന്നുണ്ട്. ഓട്ടോ AC വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ്. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് മോണറ്റ് കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഡാഷ്ബോർഡ് നമുക്ക് ഫുൾ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് കിട്ടുന്നത് ടോപ്പ് പോർഷനിൽ. അതുപോലെ താഴത്തെ പോർഷനിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ ക്യാബിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് ബേജിൻ്റെ കോമ്പിനേഷനാണ് അവർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 9 സ്പീക്കർ ഹാർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റം ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിന് പുറമെ ഓട്ടോ ഡിമിംഗ് ARVMs അതുപോലെ പാനോറാമിക് സൺറൂഫ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ മറ്റേ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫീച്ചേഴ്സ്. പക്ഷേ അതല്ലാതെ ഞാൻ അതിനകത്ത് വിട്ടുപോയ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് അതും കൂടെ ജസ്റ്റ് നോക്കാം. അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം. ലെവൽ 2 ആണ് ഇതിനകത്ത് വരുന്നത്. 10 ADAS ഫീച്ചേഴ്സാണ് മഹീന്ദ്ര ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇംപ്രസീവ് ആയിട്ട് തന്നെ പറയാം. കാരണം വേറൊരു വാഹനത്തിലും ഈ ഓഫ് റോഡ് കാറ്റഗറിയിൽ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഇൻഫാക്ട് ഇത്രയും ഫീച്ചേഴ്സുള്ള വേറൊരു ഓഫ് റോഡ് വണ്ടി ഇന്ത്യയിൽ കിട്ടുന്നില്ല. അതിപ്പോൾ നമ്മൾ ജിംനി വെച്ച് കമ്പയർ ചെയ്താലും ഗൂർഖ വെച്ച് കമ്പയർ ചെയ്താലും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആണ്. അതും സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഈ വാഹനത്തിൽ പാർക്കിംഗ് സെൻസേഴ്സും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി ഈസി ആയിട്ട് നമുക്ക് ടൗണിലൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേറൊരു സംഭവമാണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്സ്. പാസഞ്ചർ സീറ്റ്സ് ഒക്കെ നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ് ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ഡ്രൈവർ സീറ്റ് 6 വേ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലെതർ സീറ്റ്സ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മൾ സീറ്റ്സിനെ പറ്റി പറയുമ്പോൾ സീറ്റ്സ് മൊത്തമായിട്ടും കംപ്ലീറ്റ് ചെയ്തേക്കാം. ഇതിനകത്ത് ബേസ് കളർ സീറ്റ്സ് ആണ് കിട്ടുന്നത്. ചെളിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെതർ സീറ്റ്സ് ആണ്, വേണമെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നാണ് മഹീന്ദ്ര പറയുന്നത്. പക്ഷേ എന്നാൽ പോലും സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ചെളിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒബ്വിയസ്ലി നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യാൻ പറ്റും ലെതററ്റ് ആയതുകൊണ്ട്. പിന്നെ സ്പേസ് ഒക്കെ നോക്കിയാൽ പോലും സഫീഷ്യൻറ്റ് സ്പേസ് ഇതിനകത്തുണ്ട്. 3 ഡോർ താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. വീൽ ബേസ് ഒക്കെ കൂടിയിട്ടുണ്ടല്ലോ. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ഒരു ഈ സെഗ്മെൻറ്റിൽ വരുന്ന C സെഗ്മെൻറ്റ് SUV വെച്ചൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര ഒന്നും സ്പേസ് എന്തായാലും ഇതിനകത്ത് കിട്ടില്ല. പിന്നെ ഇത് ഓഫ് റോഡ് വാഹനമായിട്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് വേറെ കേപ്പബിലിറ്റീസിൻ്റെ കാര്യത്തിലൊന്നും അവരൊരു കുഴപ്പവും വരുത്തിയിട്ടില്ല. 650 mm ആണ് ഈ വാഹനത്തിൻ്റെ ബോട്ടോ വെയ്റ്റിംഗ് കപ്പാസിറ്റി. അത് 3 ഡോർ താറിൻ്റെ സെയിം തന്നെയാണ്. കൂട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ എന്തായാലും കുറച്ചിട്ടുമില്ല 5 ഡോർ ആക്കിയതുകൊണ്ടൊക്കെ. പിന്നെ 2 പുതിയ ഫീച്ചേഴ്സിൽ ഒന്നാണ് നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഏത് ചെറിയ ഗ്യാപ്പിൽ കൂടെ തിരിക്കാൻ പറ്റുന്ന ഫീച്ചർ. അതായത് നമ്മളിപ്പം സ്പീഡ് 15 km/h താഴെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇന്നർ വീൽസ് ലോക്ക് ചെയ്തതിന് ശേഷം, അതായത് സ്റ്റിയറിംഗ് ഫുള്ള് തിരിക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഇന്നർ വീൽസ് ലോക്കാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിട്ട് തിരിച്ചെടുക്കാനും പറ്റും. പക്ഷേ ചെറിയ സ്പീഡായിരിക്കണം, 15 km/h താഴെ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്കാണ് പെട്ടെന്ന് തിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ബാക്കിലത്തെ വീൽസ് ഈ വണ്ടി തന്നെ ലോക്ക് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സംഭവം പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നത്. അത്യാവശ്യം നല്ലൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് എന്ന് പറയാം. പിന്നെ വരുന്നതാണ് ഈ വാഹനത്തിൻ്റെ ഓഫ് റോഡ് ക്രൂസ് കൺട്രോൾ. ബാക്കി ഹിൽ ഡിസൈൻ കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതിന് പുറമെയാണ് ഓഫ് റോഡ് ക്രൂസ് കൺട്രോൾ വരുന്നത്. പിന്നെ സാധാരണ നമുക്ക് ഹൈവേയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രൂസ് കൺട്രോളും ഉണ്ട്. ഓഫ് റോഡ് ക്രൂസ് കൺട്രോൾ എന്താണെന്ന് വെച്ചാൽ 2.5 to 30 km/h സ്പീഡ് വരെ ഉള്ള ആ ഗ്യാപ്പിൽ നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആക്സിലറേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, വണ്ടി തന്നെ പിടിച്ചും കയറി പൊക്കോളും. അതിപ്പോൾ ഡീസൽ വണ്ടിയിൽ ടോർക്കിൽ പോസിബിൾ ആണ്, പക്ഷേ ടോർക്കിൽ പോകാൻ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതിന് മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് 10 സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെറ്റ് ചെയ്യാം, 15 സെറ്റ് ചെയ്യണമെങ്കിൽ 20 സെറ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെ നിങ്ങൾക്ക് 30 വരെ എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ്. മഹീന്ദ്രയുടെ പുതിയ ഗ്ലൈഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നത്. ഇത് സ്കോർപിയോ എന്നിൽ വരുന്ന പ്ലാറ്റ്ഫോമിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് പറയാം. മഹീന്ദ്രയുടെ ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് വരാൻ പോകുന്ന സ്കോർപിയോ എന്നിൻ്റെ ഒക്കെ ഫേസ് ലിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ബേസ് ചെയ്ത് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഒന്ന് 2.2 ലിറ്റർ MHOG ഡീസൽ എഞ്ചിനാണ്, D22 എന്നാണ് അതിൻ്റെ പേര്. പിന്നെ വരുന്നത് നമ്മുടെ പെട്രോൾ M സ്റ്റാലിൻ 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്, GDI എഞ്ചിനാണ്, ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ
എഞ്ചിനാണ്. അതിന് G20 എന്നാണ് അവർ വിളിക്കുന്നത്. ഈ എഞ്ചിൻസ് എന്ന് പറയുമ്പം നമുക്കിതിനകത്ത് രണ്ട് സ്റ്റേറ്റ് ഓഫ് ട്യൂൺസ് അവൈലബിൾ ആണ്. ഒന്ന് ലോവർ സ്പെക്കും പിന്നെ ഹയർ സ്പെക്കും. ലോവർ സ്പെക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് വിയർഡാണ്. അവർ മാനുവലിൽ കുറവ് പവറും ഓട്ടോമാറ്റിക്കലി മാക്സിമം പവറും ഒക്കെയാണ് കൊടുക്കുന്നത്. അത് ഞാൻ അവരുടെ ബ്രോഷറിൽ കണ്ടാണ്. അവരുടെ ലോഞ്ചിൻ്റെ സമയത്തൊന്നും അവരങ്ങനെ പ്രത്യേകിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. എനിവേ ഞാനിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വെച്ച് പറയാം. നിങ്ങൾ ഡീസൽ മാനുവൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കിട്ടുന്ന പവർ 152 PS അതുപോലെ 330 Nm ആയിരിക്കും. അതുപോലെ തന്നെ പെട്രോൾ മാനുവൽ എടുക്കുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന പവർ 162 PS പവറും 330 Nm തന്നെ ആയിരിക്കും. ഇതിനകത്ത് രണ്ടിലും നമുക്ക് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോക്ക് കൺവേർട്ടറിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ നേരെ ഓട്ടോമാറ്റിക്കിലേക്ക് വരികയാണെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം പവർ 177 PS അതുപോലെ തന്നെ 380 Nm ആണ്. പക്ഷേ ഡീസൽ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടുന്നില്ല, പ്രത്യേകിച്ച് റിയർ വീൽ ഡ്രൈവ് ആണെങ്കിൽ. ഡീസൽ ഓട്ടോമാറ്റിക് റിയർ വീൽ ഡ്രൈവിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 152 PS പവറും 330 Nm ടോർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ അതേസമയം നിങ്ങൾ ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ടോപ്പ് എൻഡ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് 175 PS പവറും അതുപോലെ 370 Nm ടോർക്കും ഉള്ള ഡീസൽ മോഡൽ കിട്ടുന്നത്. പക്ഷേ പെട്രോളിൽ അവർ റിയർ വീൽ ഡ്രൈവ് മാത്രമേ ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ. പണ്ട് 3 ഡോർ താർ ഇറക്കി ഇറങ്ങിയ സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് പെട്രോളും 4x4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ വണ്ടിയിൽ പക്ഷേ പെട്രോളിൽ റിയർ വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആകെപ്പാടെ ഡീസലിലാണ് 4x4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രൈസ് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിനകത്ത് നമുക്ക് കാണാം ഇന്നലെ തന്നെ അവർ രണ്ട് വേരിയൻസിൻ്റെ ബേസിക് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെട്രോളും അതുപോലെ ഡീസലിൻ്റെയും റിയർ വീൽ ഡ്രൈവ് മാനുവൽ വേരിയൻസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഇതിൻ്റെ അകത്ത് ബേസിക്കലി നമുക്ക് 6 വേരിയൻസ് ആണ് വരുന്നത്. MX1 ഉണ്ട്, MX3 ഉണ്ട്, MX5 ഉണ്ട്. അതുപോലെ AX സീരീസിലേക്ക് വരുമ്പം AX3L ഉണ്ട്, AX5L ഉണ്ട്, AX7L ഉണ്ട്. എല്ലാം L വേരിയൻസ് ആണ് AX സീരീസിലുള്ളത്. പിന്നെ MX1 ബേസ് മോഡലിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് 12.99 lakh rupees ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡീസലിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് 13.99 lakh rupees ആണ്. ഇനി അതേസമയം നമ്മൾ ടോപ്പ് ആൻഡ് വേരിയൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ അത് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന MX3 മുതലാണ്. അത് നമുക്ക് ഡീസലും പെട്രോളും രണ്ടിലും ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റിയർ വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെയൊക്കെ. 14.99 lakhs ആണ് ഓട്ടോമാറ്റിക് പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 17.49 lakhs ആണ് ഡീസലിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ താഴത്തോട്ട് പോകുമ്പോൾ AX3L എന്ന് പറയുന്ന വേരിയൻറ്റിലാകെ ഒരൊറ്റ മോഡൽ മാത്രമേ ഉള്ളൂ. അത് ഡീസലിലെ റിയർ വീൽ ഡ്രൈവ് മാനുവൽ മോഡലാണ്. 16.99 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. പക്ഷേ MX5 എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാം. അതുപോലെ ഒരു പ്രൈസ് ക്ലാഷും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ഡീസൽ MX5ഉം അതുപോലെ തന്നെ AX3Lഉം സെയിം പ്രൈസിലാണ് കിട്ടുന്നത്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. അതിൽ MX5 ആണ് കുറച്ചും കൂടെ നമുക്ക് ഡെയിലി യൂസബിൾ ഫീച്ചേഴ്സിൽ ലോഡിങ്സ് വരുന്നത്. പക്ഷേ AX3Lലോട്ട് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റത്തിൽ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അതാണ് അവിടെ ഉള്ള ഡിഫറൻസ്. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ AX5Lഉം അതുപോലെ തന്നെ നമുക്ക് ഒരു വേരിയൻ്റാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. 18.99 lakhs വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് റിയർ വീൽ ഡ്രൈവ്. ടോപ്പ് ആൻഡ് AX7L എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. 19.99 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ്. ഡീസൽ മാനുവലും ഓട്ടോമാറ്റിക്കും കിട്ടുന്നുണ്ട്. അത് 18.99 lakhs മാനുവലും അതുപോലെ 20.49 lakhs ഓട്ടോമാറ്റിക്കും. ഇപ്പം ഞാൻ ഈ കുറച്ച് ഈ വരയിട്ടിട്ടുണ്ടല്ലോ സൈഡിലായിട്ട് 4x4 വേരിയൻസിൻ്റെ അവിടെ, അതിൻ്റെ ഒന്നും പ്രൈസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ പുറത്ത് വിട്ടിട്ടില്ല. നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിലായിരിക്കും അതിൻ്റെയൊക്കെ പ്രൈസ് അറിയാൻ സാധിക്കുന്നത്. അതായത് 4 വീൽ ഡ്രൈവ് വേരിയൻസിൻ്റെ പ്രൈസാണ് അവരിപ്പോൾ പുറത്ത് വിടാത്തത്. നമുക്ക് 4 വീൽ ഡ്രൈവ് വേരിയൻസിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന MX5 മോഡൽ മുതലാണ്. MX5 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താകപ്പാടെ മാനുവൽ ആയിരിക്കും കിട്ടുന്നത് 4 വീൽ ഡ്രൈവിൽ. പക്ഷേ അതേസമയം നമ്മൾ AX5Lഉം AX7Lഉം ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് രണ്ടും ഓപ്ഷൻസ് ഉണ്ട്. AX7L ഒക്കെ ആണെങ്കിൽ നമുക്ക് മാനുവൽ ഓപ്ഷൻ അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ് 4 വീൽ ഡ്രൈവിൽ. AX5Lൽ പക്ഷേ നമുക്ക് ആകെ ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വേരിയൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാ വേരിയൻസും എല്ലാ മോഡലൊന്നും അവൈലബിൾ അല്ല. 3 ഡോർ താർ എടുക്കുകയാണെങ്കിൽ അത് ഇറങ്ങിയ സമയത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 4 വീൽ ഡ്രൈവ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് അവർ കൂടുതലും റിയർ വീൽ ഡ്രൈവ് മോഡൽസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. റീസൺ മറ്റൊന്നുമല്ല, 3 ഡോർ താറിനകത്ത് ഒരു റിയർ വീൽ ഡ്രൈവ് ഇറക്കിയപ്പോൾ കാര്യം മനസ്സിലായി. ആൾക്കാർക്ക് വേണ്ടത് റിയർ വീൽ ഡ്രൈവ് താറാണ്. കൂടുതൽ ആൾക്കാരും വണ്ടി ഉപയോഗിക്കുന്നതും ഇത്തരത്തിൽ നമ്മുടെ റോഡ് യൂസിന് വേണ്ടിയാണ്, അല്ലാണ്ട് ഓഫ് റോഡ് പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് അവരിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് 4x4 ഒക്കെ കൊടുത്ത് വണ്ടിയുടെ വില കൂട്ടുന്നതിനും നല്ലത് റിയർ വീൽ ഡ്രൈവ് കൊടുത്ത് കുറഞ്ഞ പ്രൈസ് പോയിന്റിൽ ഇറക്കി ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റ് പിടിച്ചു പറ്റുന്നതാണ് എന്ന് തോന്നി കാണാം. ഇതാണ് നമ്മുടെ താറിൻ്റെ ഡീറ്റെയിൽഡ് പ്രൈസ് അനാലിസിസ്. നിങ്ങൾക്ക് ഇനി താർ റോക്സിനെ പറ്റി കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. ഞാൻ ഈ വീഡിയോസ് എല്ലാം തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. പ്രത്യേകിച്ച് താർ റോക്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ താല്പര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video and goodbye.